സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 27-ാം ദിവസം. പ്രതിഷേധം കടുപ്പിച്ച് ആശാവർക്കർമാരുടെ മഹാസംഗമം ഇന്നാണ്. വിവിധ വനിതാ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് സമരപന്തൽ സന്ദർശിക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ആദ്യം തന്നെ വനിതാ ദിനാശംസകൾ. എന്തൊക്കെയാണ് സമരപന്തലിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? എപ്പോഴത്തേക്കാണ് മഹാസംഗമം ആരംഭിക്കുക? കാളിദാസ്, എന്തായാലും ഇന്ന് വനിതാ ദിനമാണ്. വളരെ അഭിമാനത്തോടു കൂടി നിൽക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. പക്ഷേ തലസ്ഥാന നഗരിയിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അഭിമാനത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ന്യൂസ് അല്ല എന്തായാലും ഉള്ളത്. ഈ ആശാ വർക്കർമാർ കഴിഞ്ഞ 27 ദിവസമായി തങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെയുണ്ട്. ഈ സമരം കടുപ്പിക്കുക തന്നെയാണ്. 27 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം ആരംഭിച്ച്. ഇന്നൊരു വനിതാ ദിനം കൂടി എത്തുമ്പോഴും ഈ വനിതാ ദിനത്തിലും ഈ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 27-ാം ദിവസമാണ്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് മഹാസംഗമം അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വനിതകളെ അടക്കം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മഹാസംഗമം സംഘടിപ്പിക്കുന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 27 ദിവസമായി ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടു പോകുന്നത്. ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ഈ ആശമാർക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി നൽകുക, ഈ ഓണറേറിയം മുഴുവൻ മാനദണ്ഡങ്ങളും പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ കഴിഞ്ഞ 27 ദിവസമായി ഇവിടെ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ അറിയിച്ച് രംഗത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ വിവിധ പ്രമുഖരടക്കം തന്നെ ഇപ്പോൾ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വശത്ത് ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയേറുമ്പോൾ മറുവശത്ത് ഈ സർക്കാർ എത്തരത്തിലാണ് ഇവരുടെ പ്രതിഷേധം തകർക്കുക എന്നതിനുള്ള വഴികളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കേന്ദ്രം മുഴുവൻ പണവും നൽകി എന്ന് ആവശ്യപ്പെടുമ്പോഴും, ആശാ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പണം നൽകിയെന്ന് ആവശ്യപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാർ അത് നിരസിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ മുഴുവൻ തുകയും നൽകിയിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ സംസ്ഥാന സർക്കാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചേച്ചി, ഇന്ന് വനിതാ ദിനമാണ്. പക്ഷേ ഈ വനിതാ ദിനത്തിൽ കൂടെ ഒരു ആഘോഷമൊന്നുമില്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും ഈ പ്രതിഷേധം തുടരാൻ തന്നെയല്ലേ തീരുമാനം? അതെ, പ്രതിഷേധം തീർച്ചയായിട്ടും തുടരും. അതായത് ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡ് കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ ഒരു സമരം തുടർന്നുകൊണ്ടിരിക്കും. വനിതാ ദിനം എന്നുള്ള ഒരിതില്ല, ഞങ്ങൾ ഇവിടെയാണ് വനിതാ ദിനം. ഇന്ന് വലിയൊരു മഹാസംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പരിപാടികൾ സജ്ജമാക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്? നിരവധി ആളുകൾ ഇന്ന് എത്തിച്ചേരും. ഇന്ന് നിരവധി ആശമാരിൽ നിരവധി എല്ലാ ആശമാരും വരും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് ഇന്നും ഒരു തീരുമാനം പറയണം. ഇന്ന് വന്ന് തീരുമാനം പറയണം. ബാക്കിയുള്ളത് അവിടെ പറയും. അതെ, ഇന്ന് വനിതാ ദിനമാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും കൂടാതെ തന്നെ ആരോഗ്യമന്ത്രിയും ഈ സമരപന്തൽ സന്ദർശിക്കണം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടത്തണമെന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുവരെ തന്നെ ഈ പ്രതിഷേധം ശക്തമായി കൊണ്ടുപോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ സമരപന്തൽ സന്ദർശിക്കുകയും ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രമുഖരടക്കം തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഈ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയും കൂടാതെ തന്നെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയും അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലടക്കം തന്നെ സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരടക്കം പങ്കുചേർന്നുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു നിയമസഭാ മാർച്ച് അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിലടക്കം വലിയ ഒരു പിന്തുണ തന്നെയായിരുന്നു ആശാ വർക്കർമാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കും ഈ ഒരു പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ മഹാസംഗമത്തിൽ. ഇന്ന് കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിച്ച ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊരു ആവശ്യവും ഈ ആശാ വർക്കർമാർ പ്രധാനമായും പറയുന്നുണ്ട്. അതുവരെ എന്തായാലും ഈ പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇതുവരെയും കഴിഞ്ഞ
നിയമസഭയിലടക്കം തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്നടക്കം തന്നെ സംസ്ഥാന സർക്കാർ മൗനം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രത്യേകമായും ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന ഒരു കാര്യം തന്നെയായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ ആരോഗ്യമന്ത്രി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ് എന്നായിരുന്നു ആശാ വർക്കർമാരോട് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധങ്ങൾക്കടക്കം സാക്ഷ്യം വഹിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊല്ലത്ത് നടക്കുന്ന CPM സമ്മേളനത്തിലടക്കം സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 27 ദിവസമായി ആശാ വർക്കർമാർ അല്ലെങ്കിൽ 26 ദിവസമായി ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം അല്ലെങ്കിൽ രാപ്പകൽ സമരം നടത്തുമ്പോഴും ഈ PSC അംഗങ്ങൾക്ക് തുക കൂട്ടിക്കൊടുക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങൾ അടക്കം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ വനിതാ ദിനമായ ഇന്നെങ്കിലും സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണം. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ ഉള്ള തീരുമാനത്തിലാണ് ആശാ വർക്കർമാരുള്ളത്. നേരത്തെ തന്നെ സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയ കാര്യം ഇത് തന്നെയാണ്. കാരണം പ്രതിഷേധം സംഘടിപ്പിക്കും, ന്യായമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും, ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിരുന്നാൽ കൂടി അല്ലെങ്കിൽ തങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ എത്ര പ്രതിസന്ധികൾ നേരിട്ടാണെങ്കിലും ഈ ഒരു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നൊരു തീരുമാനം തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിക്കുന്നത്. കാളിദാസ്. ശരി വിനയ, സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ഇന്ന് 27ാം ദിവസമാണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് മഹാസംഗമം കൂടി പദ്ധതിയിട്ടിട്ടുണ്ട്. ഇപ്പോഴും ആവശ്യങ്ങളൊന്നും സർക്കാർ അംഗീകരിക്കാത്തൊരു സാഹചര്യം തന്നെ അങ്ങനെ തുടരുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് സമരമാർഗങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഹാസംഗമത്തിൽ വിവിധ വനിതാ സംഘടനകളടക്കം സമരക്കാർക്കൊപ്പം ആശാവർക്കർമാരോടൊപ്പം സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടൊപ്പം അണിചേരും എന്നുള്ളതും കൂടിയുണ്ട്. വിനയ രാജാണ് വിവരങ്ങൾ